അങ്ങനെ വീണ്ടും നമ്മൾ അൽബേനിയയിലെത്തി. വെൽക്കം ടു അൽബേനിയ ഫൈനൽ പാർട്ട്. ഇപ്പോൾ നമ്മളുള്ളത് അൽബേനിയയിലെ സദേൺ പാർട്ടിലുള്ള ഹിമാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ സറാണ്ടയിലെത്താം. ഇവിടെയാണ് ബ്ലൂ ഐ ഉള്ളത്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ ബ്ലൂ ഐ കാണാതെ പോകാറില്ല. ഇതൊരു നാച്ചുറൽ സ്പ്രിംഗ് ആണ്. നമുക്ക് കാർ പാർക്കിൽ നിന്ന് അരമണിക്കൂർ നടന്നാണ് ബ്ലൂ ഐയിലെത്തുക. സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു നീല കണ്ണുപോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇതിൻ്റെ ആഴം എത്രയെന്ന് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വർഷത്തിൽ എപ്പോൾ പോവാണെങ്കിലും ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. ഇവിടെ നിന്നാണ് 25 കിലോമീറ്റർ നീളമുള്ള ബിസ്റ്റിക് റിവർ ഉത്ഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ഐനേക്കാളും ബ്യൂട്ടിഫുൾ അതിൻ്റെ ചുറ്റുപാടുമാണ്. അവിടെ മൊത്തം ബ്ലൂ നിറത്തിലുള്ള വെള്ളമാണ്. അതിന് ചുറ്റിനും കുറേ കഫേകളൊക്കെ ഉണ്ട്. അതിലൊരു കഫേന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. എന്തോ വല്ലാത്തൊരു സമാധാനമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നീട് നമ്മൾ സറാണ്ടിൽ നിന്ന് വീണ്ടും സൗത്തിലേക്ക് ട്രാവൽ ചെയ്ത് ക്സാമിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. നമ്മൾ പോയത് ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടുത്തെ ബീച്ചൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അവിടെ വെച്ച് നമ്മൾ മലയാളി ചേട്ടനെ കണ്ടായിരുന്നു. പിന്നീട് അവിടെ നമ്മൾ പോയത് പോഡ ബീച്ചിലേക്കാണ്. പോഡ ബീച്ച് ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ആക്റ്റീവ് ഒന്നുമല്ലായിരുന്നു. ഇവരെല്ലാം തന്നെ ഒരു പുതിയ സീസണിന് വേണ്ടി പ്രിപ്പറേഷനിലായിരുന്നു. അവിടെ എല്ലാം ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോയത് നമ്മുടെ ഈ ട്രിപ്പിലായിട്ട് അവസാന സ്പോട്ടായ ലെക്കുറിസി കാസിലാണ്. ഇവിടെ നിന്നാണ് അൽബേനിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റുന്നത്. ഈ കാസിൽ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ സമ്മറിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അന്നത്തെ വെതർ നല്ലതായതുകൊണ്ട് നമ്മൾ ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടു. ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ എയർപോർട്ടിനടുത്ത് നമ്മുടെ സ്റ്റേയിലെത്തി. പിറ്റേന്ന് രാവിലെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റും കാത്തിരിക്കുമ്പോൾ മനസ്സ് നിറയെ ലൈഫ് ടൈം മൊത്തം ഓർക്കാനുള്ള മെമ്മറീസ് ആയിരുന്നു. നമ്മുടെ അൽബേനിയ മോണ്ടിനിഗ്രോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ടു എവരി വൺ ഹു വാച്ച്. പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.